അവസാനം ആദില കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. ആദില വന്നിട്ട് അക്ബറിൻ്റെ അടുത്തും നെവിൻ്റെ അടുത്തും ഒക്കെ പറയുകയാണ് താനാണ് അക്ബറിൻ്റെ പാവം മോഷ്ടിച്ചതെന്ന്. ശരിക്കും പറഞ്ഞാൽ ആദ്യമേ പറഞ്ഞത് നമ്മുടെ ആര്യൻ്റെ അടുത്തായിരുന്നു. ആര്യൻ്റെ അടുത്ത് പറഞ്ഞപ്പം ആര്യൻ പറഞ്ഞത് എന്താണെന്നറിയോ, ഞാനിതൊക്കെ ഒരു ഗെയിം സ്പിരിറ്റിൽ എടുത്തോളൂ, സാരമില്ല, എന്തെങ്കിലും ചമ്മൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം. പക്ഷേ ഇന്നലെ അനുമോളാണ് എടുത്തതെന്നുള്ളൊരു ഇത് വെച്ചിട്ട്, മനസ്സിലൊരു ഇത് വെച്ചിട്ട് ഇന്നലെ ആര്യൻ എന്തൊക്കെയായിരുന്നു അവിടെ കിടന്ന് പറഞ്ഞിരുന്നത്. അക്ബറിൻ്റെ അടുത്ത് എന്തൊരു ഫേക്ക് ഗെയിമാണ്, ഇവൾ കള്ളിയാണ്, ഇവൾ എങ്ങനെ ഇത് വെച്ച് കളിക്കാൻ പറ്റുന്നു. അവളുടെ പോയിൻ്റ് നിലവാരം അവിടെ ബോർഡിൽ എഴുതി വെച്ചിരുന്നത് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ആര്യൻ പറഞ്ഞത്. ഇവളൊരു കള്ളിയാണ്. അതേപോലെ നെവിൻ എന്തൊക്കെയായിരുന്നു നമ്മുടെ അനുവിനെ പറഞ്ഞുകൊണ്ട് നടന്നത്. അനുവിനെ പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. പക്ഷേ ആദില വന്ന് പറഞ്ഞ സമയത്ത് അക്ബർ പിന്നെ ആ സമയത്തും ഭയങ്കര വിഷമത്തിൽ മൗനമായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പം ആദില പറയുമ്പോഴും അക്ബറിന് അങ്ങനെ പ്രത്യേകിച്ചൊരു റെസ്പോൺസ് ഒന്നുമില്ല. അക്ബർ ഇങ്ങനെ ഇരിക്കുക, മിണ്ടാതെ അവിടെ ഇരിക്കുകയാണ്. ആദിലിപ്പോൾ പറയുന്നുണ്ട് ഞാൻ എടുത്തു, പക്ഷേ അധികം പാവകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, 7 പാവയല്ലേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് 7 കിട്ടിയുള്ളൂ, 10 കൂടുതലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ പറയുന്നു അതല്ല, 10 കൂടുതൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ആദിലെ 7 പാവ എടുത്തു, ബാക്കി 3 നെവിൻ എടുത്തു. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. സ്വന്തം കൂട്ടുകാരനും എടുത്തിട്ടുണ്ട്. എന്നിട്ട് അക്ബർ അവരെയും കൊണ്ട് നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് അക്ബറിന് ഇപ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. അതേപോലെ എന്ത് പറഞ്ഞാലും അനുമോളെ കുറ്റക്കാരിയാക്കുന്നൊരു രീതി, അനൂഷയോ ഷാനവാസോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഭയങ്കരമായിട്ടൊരു ബഹളമാക്കി അവരെ ഫേക്ക് ഗെയിമേഴ്സ് എന്ന് വിളിക്കിച്ച് കളിക്കുന്നൊരു രീതി. ഇന്ന് ആര്യൻ അതേപോലെ ഫേക്ക് ഗെയിം കളിച്ചിട്ടും ഇവർക്ക് രണ്ടുപേർക്കും തിരിച്ചു ഒന്നും പറയാനില്ലായിരുന്നു. ഇതിനകത്ത് പക്ഷേ ആദില വ്യക്തമാക്കി തന്നെ പറയുന്നുണ്ട്, എനിക്ക് അന്നേരത്തെ ഒരു ഇറിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നപ്പം എനിക്ക് തോന്നിയ ഒരു ഇതാണ്, എനിക്ക് വാശിക്ക് ചെയ്തതാണ്, ഒരിക്കലും ഇതിനകത്ത് അനുവിനോ നൂറയ്ക്കോ ഒരു പങ്കുമില്ല. അക്ബർ പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും കൂടെ അത് ഷെയർ ചെയ്തെടുത്തു, 10 കൂടുതലുണ്ടായിരുന്നു. പക്ഷേ ആദില പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല, അതിനകത്ത് അനുമോൾക്കൊരു പങ്കുമില്ല, അനുമോൾ കഷ്ടപ്പെട്ട് നേടിയെടുത്ത പാവകളാണെന്ന് ആദില അവിടെ വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്.